ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. സോറി, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് പ്ലാനിങ്ങിൻ്റെ ഇന്നലെ എടുത്ത ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞു പ്ലാനിങ് കമ്മീഷൻ എങ്ങനെയാണ് ഫോം ചെയ്തത്, അതുപോലെ തന്നെ പ്ലാനിങ് കമ്മീഷനിൽ വേറെ എന്തൊക്കെ പ്ലാനിങ്ങിന് എന്തൊക്കെയായിരുന്നു ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു, ആദ്യത്തെ കുറേ വർഷത്തെ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മളുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിന് മൊത്തത്തിൽ തുടക്കത്തിന് വേണ്ടി നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് കാണാം. എന്തായിരുന്നു 5 പ്ലാൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്? 5 പ്ലാനിങ് ഇൻ ദി കൺട്രി വാസ് ലോഞ്ച്ഡ് ആഫ്റ്റർ ദി പ്ലാനേഴ്സ് ഇവാലുവേറ്റഡ് സക്സസ് ഇൻ റഷ്യ. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. റഷ്യയിലെ പ്ലാനിങ്ങിൻ്റെ സക്സസ് അതിനെ ഒരു കോപ്പി അടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ അതുപോലെയുള്ള ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ നടക്കുന്നു വിചാരിച്ചാണ് ഇന്ത്യ പ്ലാനിങ് തുടങ്ങിയത്. ഹെൻസ് ദി വിഷൻ ഓഫ് ദി പ്ലാനേഴ്സ് വാസ് ദാറ്റ് ഇന്ത്യ could achieve economic development quickly through planning. The long-term objective of planning was that the welfare and standard of living of the people could be enhanced by achieving high economic growth. Okay, so let me expand this. Okay, so that was the objective now. That was a long-term objective. And then the long-term objective, the long-term objective of planning was that the welfare and standard of living of the people could be enhanced, okay, by achieving high economic growth. Okay, so through planning, one second, the following are the main objective of higher plan. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തായിരുന്നു താഴെ പറയുന്നതാണ് പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഞാനിതൊന്ന് മിനിമൈസ് ചെയ്തോട്ടെ, കാരണം ഏത് സ്ക്രീനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അച്ചീവ്മെൻറ്റ് ഓഫ് ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എനി എക്കണോമിക് മാനേജ്മെൻറ്റ് പ്രോസസ് ഇഫ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് for the general welfare of the people, it should start or it should concentrate on achieving faster economic growth. Faster economic growth was the main objective of planning. Once high economic growth is achieved, the planners assumed that working up the trickle down effect will ensure attainment of social justice. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്താണ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്. ഓക്കെ, ഇത് ശരിക്കും ഒരു സോഷ്യോളജിക്കൽ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ഞാൻ എഴുതിയില്ലേ, ഒന്ന് എഴുതിക്കോട്ടെ. ഇത് സോഷ്യോളജിക്കാർ, ഇപ്പം നിങ്ങൾ സോഷ്യോളജി ഒന്നും പഠിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലോ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ സോഷ്യോളജിക്കാരുടെ ഏറ്റവും വലിയൊരു ഫിനോമിന അവർ ഇക്കണോമിക് പ്രോസസ്സിനെ പറയുന്നതാണ് അത് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്. ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗ്രോത്ത് റിച്ചിൽ വരും, റിച്ചിൽ നിന്ന് അത് പല പ്രോസസ്സ് അവർ സ്പെൻഡ് ചെയ്യും, അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പൂറിലേക്ക് അതിൻ്റെ ഇൻകം ഒക്കെ എത്തിച്ചേരും. അത് ലോകത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് വർക്ക് ചെയ്യുന്ന വഴി ഗ്രോത്ത് ആദ്യം ഉണ്ടാവും, അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇമ്പാക്റ്റ് ആയിട്ട് ദി ഇൻകം വിൽ ബി ഷിഫ്റ്റഡ് ഓർ ഫിൽറ്റർഡ് ഡൗൺ ടു ദി പുവർ സെക്ഷൻ ഓഫ് ദി പീപ്പിൾ വിച്ച് വി ടെക്നിക്കലി കോൾഡ് as what we can say the trickle down effect. So the working of the trickle down effect was a basic assumption of the planning strategy in India. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയണം, ഒരു കുട്ടി അങ്ങനെ അഡ്മിറ്റ് ചെയ്തോടെ. ഇനി അതിനകത്ത് പ്ലാനേഴ്സ് ചെയ്യുന്ന എന്താ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നോബഡി ഈസ് എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ ഈസ് നീഡഡ് ഫോർ ദി ട്രിക്കിൾ ഡൗൺ ഓഫ് ഇൻകം ഫ്രം ദി റിച്ച് പീപ്പിൾ ടു ദി പുവർ പീപ്പിൾ. അല്ലെങ്കിൽ അവിടെ ഗവൺമെൻറ് ഉണ്ട്, ഗവൺമെൻറ് റിച്ചിനെ ടാക്സ് ചെയ്തിട്ട് പൂറിന് ആ വരുമാനം കൊടുത്തോളും. അതുകൊണ്ട് പ്ലാനേഴ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം, ഗ്രോത്താണ്. ട്രിക്കിൾ ഡൗൺ നടക്കണമെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകണം. ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്താണ് ട്രിക്കിൾ ഡൗൺ ചെയ്യാൻ പോകുന്നത്? സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് പ്രയോറിറ്റി ഓർ ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. നൗ കമ്മിങ് ബാക്ക് ടു ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നെഹ്റു. He was a visionary. Okay, when we are describing about our prime ministers, what will be your what we can idea about Jawaharlal Nehru? He was a visionary. He was actually a visionary, and his vision was totally in contradiction. To an extent it was contradiction to Mahatma Gandhi. Okay, so അതുകൊണ്ട് അവർ തമ്മിൽ ഒരു ഇൻ്റലക്ച്വൽ ലെവൽ ഒരു ഡിഫറൻസസ് ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ശേഷം നെഹ്റു ഈ രാജ്യത്തിൻ്റെ സ്വരത്തിൽ മുന്നോട്ട് സംസാരിക്കുമെന്ന് ഗാന്ധി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഹ്റു ഒരു വിഷണറി ആയിരുന്നു, നെഹ്റു ഒരു ലെഫ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അത് ഈ സോഷ്യൽ സംഭവങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തത്. ഞാൻ പറഞ്ഞു ആദ്യം ഗ്രോത്ത് ഉണ്ടാകട്ടെ, എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് പാവപ്പെട്ടവരിലേക്ക് ട്രിക്കിൾ ഡൗൺ ചെയ്ത് വരട്ടെ. അപ്പം ഗ്രോത്ത് ഉണ്ടാക്കാനാണ് ആര് വരുന്നത്? പ്ലാനിങ് കമ്മീഷൻ വരുന്നത്. അല്ലെങ്കിൽ പ്ലാനിങ് ഉള്ള പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഗ്രോത്താണ്. ഇതിന് പല ഡിബേറ്റുകളുണ്ട്, കോൺട്രവേഴ്സീസ് ഉണ്ട്, അല്ലെങ്കിൽ അൺസർട്ടൺ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഒരു ഇക്കോണമിസ്റ്റിൻ്റെ ആംഗിളിൽ അല്ലെങ്കിൽ ഇക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂ പ്ലാനിങ്ങിന് ഒരൊറ്റ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരുന്നു, അച്ചീവ്മെൻറ്റ് ഓഫ് ഫാസ്റ്റർ ഗ്രോത്ത്. സോഷ്യൽ ജസ്റ്റിസ് ഒരു സബ്സിഡറി ഒബ്ജക്റ്റീവാണ്. ഓക്കെ, ദെൻ വി ആർ കമ്മിങ്. അപ്പോൾ നെഹ്റു സാറ്റ് ദർ കനോട്ട് ബി റീഡിസ്ട്രിബ്യൂഷൻ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലാതെ ഒരിക്കലും എന്നുണ്ടാവില്ല, പുനർവിതരണമില്ല. അപ്പോൾ ഈ റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? നമ്മൾ പല വാക്കുകൾക്കും നല്ല മീനിങ് ഉണ്ട്. അപ്പോൾ ഒരു ലേമൻസ് ടെർമിനോളജിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് നമ്മൾ പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ
നമ്മൾ ചില വാക്കുകൾക്ക് ഒരു പാരഗ്രാഫിൽ പറഞ്ഞാലും തീരാത്ത അർത്ഥങ്ങളൊന്നും മനസ്സിലാവും. അതിലൊരു വാക്കാണ് റീഡിസ്ട്രിബ്യൂഷൻ. റീഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓർ ദി ആക്ടിവിറ്റി where the government or some other agency will be taking away a part of the income of the rich and giving it to the poor people. Okay, so redistribution is a governmental function. ശരിയല്ലേ? അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഏത് ഇടപെടലിനെയും നമ്മൾ വിലയിരുത്തുമ്പം റീഡിസ്ട്രിബ്യൂഷൻ്റെ ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ കാഴ്ചകോണിൽ വിലയിരുത്തണം. ഗവൺമെൻറ് ഏത് പരിപാടി നടത്തിയാലും അത് പൂവറിൽ നിന്ന് റിച്ചിലേക്ക് ഇൻകം കൊണ്ടുവന്ന ഒരു പരിപാടിയാണോ അതിനെ ഓപ്പോസ് ചെയ്യണം. ഏത് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിനും എന്തുണ്ടായിരിക്കും? റിച്ചിൽ നിന്ന് പൂവറിലേക്ക് ഒരു ഇൻകം ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഇൻകം ട്രാൻസ്ഫർ നടക്കാതെ ഗവൺമെൻറ് എന്ത് പരിപാടി നടത്തിയാലും നമുക്കതിനെ എതിർക്കാൻ പറ്റും. ഗവൺമെൻറ് ജോലിയാണ് എന്ത്? റീഡിസ്ട്രിബ്യൂഷൻ. ഗവൺമെൻറ് ഫിസിക്കൽ പോളിസിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ഗവൺമെൻറ് ഓവറോൾ പോളിസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളാണ് റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നെഹ്റു പറഞ്ഞു റീഡിസ്ട്രിബ്യൂഷൻ നടക്കുകയില്ല, റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ എന്ത് ഗ്രോത്ത് ഇല്ലല്ലോ. അപ്പം ഗ്രോത്ത് ആദ്യം വേണം. അപ്പോൾ നമ്മൾ സോഷ്യൽ ജസ്റ്റിസിലേക്ക് വരിക. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ തന്നെയാണല്ലോ. ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിങ് വാസ് അച്ചീവ്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് ഈസ് റിയലൈസ്ഡ് വെൻ പോവർട്ടി ഈസ് റിമൂവ്ഡ്. 1 second, ഒരു കുട്ടി ഞാൻ അഡ്മിറ്റ് ചെയ്യട്ടെ. Poverty is removed and unemployment is wiped out. Okay, so social justice enhances the livelihood of the common man as well as that of the poor people. It augments equality in the economy. അത് ബൈ ചാൻസ് ആ സൈഡിൽ കൂടെ ആണെന്നോളും. The logic of public sector led industrialization process was that the government is the best institution to initiate and undertake socially desirable way of development. അപ്പോൾ ഡെവലപ്മെൻറ്റ് പല മാർക്കുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം റിച്ചായിട്ട് റിച്ച് പിന്നെ റിച്ചാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മളിന്ന് കടന്നു പോകുന്നത്. പിന്നെയും പൂറാകുന്നില്ല. അത് നമ്മൾ വികാരപരമായി ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ. പൂറിൻ്റെ അവസ്ഥ ഇച്ചിരി മെച്ചപ്പെടുന്നുണ്ട്. പക്ഷേ പൂറും റിച്ചും തമ്മിലുള്ള ഗ്യാപ്പ് വൈഡൻ ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ ഈയിടെ കാണുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ലോകത്തിലെല്ലാം നോക്കിയാലും ഉണ്ടല്ലോ നമ്മൾ കാണുന്ന ഫിനോമിന എന്താണ്? റിച്ചിൻ്റെ വളർച്ചാ നിരക്ക് പൂറിൻ്റെ വളർച്ചാ നിരക്കിനേക്കാളും കൂടുതലാണ്. ശരിക്കും അങ്ങനെയല്ല വരേണ്ടത്. റിച്ച് വളരുന്നതിനേക്കാളും കൂടുതൽ പൂറ് വളരേണ്ടതാണ്. പക്ഷേ ക്യാപിറ്റലിസം അങ്ങനെ ഒരു നല്ല എഫക്റ്റ് കൊണ്ടുവന്നില്ല. ക്യാപിറ്റലിസത്തെ നമ്മൾ ഡിസപ്പോയിൻറ്റിനോടെ നോക്കി കാണുമെന്ന് തോമസ് പിക്കറ്റി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. തോമസ് പിക്കറ്റി നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? ഇല്ലോ, ഉണ്ടോ? പിക്കറ്റി അദ്ദേഹത്തിൻ്റെ ബുക്കുണ്ട്. അദ്ദേഹം 20 വർഷം റിസർച്ച് നടത്തിയിട്ട് PhD ഉണ്ടാക്കിയിട്ട് PhDയുടെ ഇൻട്രഡക്ഷൻ പറഞ്ഞു. എന്നെ സഹായിച്ച, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദി എന്ന് പറഞ്ഞൊരു 25-30 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവിടെ റിസർച്ച് ചെയ്ത് അതിലെ പോയ ആൾക്കാരുടെ എല്ലാം പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ബുക്ക്, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ തോമസ് പിക്കറ്റിയുടെ ബുക്ക് വന്നിട്ട് 3-4 വർഷങ്ങളായിട്ടുള്ളൂ. ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ബുക്കിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം പോവർട്ടി അല്ലെന്നാണ് പറയുന്നത്. കാരണം ഡെവലപ്ഡ് കൺട്രിയിൽ എന്ത് പോവർട്ടി? നമ്മൾ ഇന്ത്യ പോലും പോവർട്ടില്ല. പിന്നെ ലോകത്തിൽ എന്താ പ്രോബ്ലം എന്ന് പറയുക? ലോകത്തിൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്താണ്? ഇനീക്വാളിറ്റിയാണ്. ശരിയല്ലേ? നമ്മളും നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരും നമ്മൾ ഇനീക്വാളിറ്റി. എന്തിനാണ് ഇനീക്വാളിറ്റി? ഭക്ഷണം കഴിക്കുന്നതിലാണ് ഇനീക്വാളിറ്റി അല്ല. ഭക്ഷണമല്ല ഒരു ക്രൈറ്റീരിയൻ പോവർട്ടിയുടെ. പിന്നെ എന്തിലാണ് ഇനീക്വാളിറ്റി? ഇനീക്വാളിറ്റി ഒത്തിരി കാര്യത്തിലുണ്ട്. നമുക്ക് ഗവൺമെൻറ്റിൽ നേരിട്ട് കയറി ചെല്ലാൻ പറ്റുന്നില്ല. അയാൾക്ക് കയറി ചെല്ലാൻ പറ്റും. അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. നമ്മൾ ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ് അല്ലെങ്കിൽ പല ആൾക്കാരും കൂടുതൽ സ്വാഗതം ചെയ്യുന്നു. അതൊരു ഇനീക്വാളിറ്റി അല്ലേ? അപ്പം ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പോവർട്ടിയെക്കുറിച്ച് UNDP പറഞ്ഞു. പോവർട്ടി ഈസ് ദ ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പോവർട്ടി എന്താണ്? പോവർട്ടി ഈസ് ദ ഡിനയൽ ഓഫ് വാട്ട്? ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളുടെ നിഷേധമാണ് ഏത്? പോവർട്ടി. ഞാനിങ്ങനെ പാവപ്പെട്ടവനായി ഒരു സാമൂഹികമായി പിന്നോക്കാവസ്ഥയുള്ള ഒരാൾ ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ എന്നേക്കാളും കൂടുതൽ അവസരങ്ങൾ കിട്ടും സമ്പന്നനായിട്ടുള്ളവനും സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്നവനും. അത് അവൻ്റെ ജന്മന ഞാനും അവനും തമ്മിലുള്ള ഇനീക്വാളിറ്റിയാണ്. ശരിയല്ലേ? അപ്പോഴാണ് UNDP പറഞ്ഞത് പോവർട്ടി എന്താണ്? പോവർട്ടി അവസരങ്ങളുടെ നിഷേധമാണ്. ഭക്ഷണം കിട്ടാതിരിക്കുന്നു, വസ്ത്രം കിട്ടാതിരിക്കുന്നു, ഒന്നുമല്ല പോവർട്ടി. ഇപ്പം എന്താണ്? അവസരങ്ങളുടെ നിഷേധമാണ്. അപ്പം അതിന് നമ്മുടെ അമർത്യ സെൻ അതിനേക്കാൾ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ എന്നാണെന്നറിയോ? പോവർട്ടിയെക്കുറിച്ച് അദ്ദേഹം ഡിഫൈൻ ചെയ്തെന്നറിയോ? അദ്ദേഹം പറഞ്ഞു പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവർട്ടിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പോകണമെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. പോവർട്ടിയെക്കുറിച്ച് UNDP ഒരു പഠനം നടത്തി കേട്ടോ. UNDP അല്ല, വേൾഡ് ബാങ്ക്. ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. വേൾഡ് ബാങ്കിനെ കുറിച്ചൊരു പഠനം നടത്താൻ വേണ്ടി പോവർട്ടി എന്നാന്ന് അറിയിക്കാൻ വേണ്ടി വേൾഡ് ബാങ്ക് ഇക്കോണമിസ്റ്റ് കുറേ ഇക്കോണമിസ്റ്റുകളുണ്ട്. അതിപ്പോൾ ചിലരൊക്കെ പേര് ഞാൻ പറഞ്ഞു ടോപ്പിക്ക് ഇപ്പം ഇച്ചിരി കഴിഞ്ഞു പോയതുകൊണ്ട്. അതുകൊണ്ട് ആ ഇക്കോണമിസ്റ്റുകളുടെ സ്റ്റഡിക്കാൻ വേണ്ടി ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്ക ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ കെനിയയിൽ ഒരു കുടിലിൽ മേൽക്കൂരയൊന്നും ഇല്ലാതെ വസ്ത്രമൊന്നും ശരിക്കില്ലാത്ത ഒരു മനുഷ്യൻ ഈ വേൾഡ് ബാങ്ക് ഇക്കോണമിസ്റ്റിനെ വിളിച്ച് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു, നിങ്ങളെൻ്റെ വീടിൻ്റെ മേൽക്കൂര നോക്കൂ, കമ്പ് മാത്രമേ അവിടെയുള്ളൂ, ഭിത്തി നോക്കൂ, ചാക്ക് പോലും പറന്നുപോയി, എന്നെ നോക്കൂ, എനിക്ക് വസ്ത്രങ്ങൾ പോലും ശരിക്കില്ല. ഇതാണ് പോവർട്ടി. ഇത് നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞാലും
പോവർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ വേൾഡ് ബാങ്ക് ഏറ്റവും നല്ല പോവർട്ടിയെക്കുറിച്ചുള്ള റിസർച്ച് നടന്നു കേട്ടോ. അപ്പോൾ പോവർട്ടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പോവർട്ടി മൾട്ടി ഡയമെൻഷനല്ല. ഒരു സെക്കൻഡ് ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പോവർട്ടി എന്താണ്? പോവർട്ടിയെക്കുറിച്ച് നിങ്ങളൊരു എസ്സേ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഭയങ്കര പോറായിരിക്കും. എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്. ഞാനൊരു പ്രാവശ്യം എക്സാം ഇങ്ങനെ നോക്കുമായിരുന്നു. പേപ്പർ വാല്യൂ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ BPL കിട്ടിയൊരു കുട്ടിയുടെ ആൻസർ ഷീറ്റ് ഞാൻ നോക്കി. ആൻസർ ഷീറ്റ് പോവർട്ടി എന്നാന്നാണ് ചോദ്യം. ഡിഫൈൻ പോവർട്ടി എന്നാണ് പറയുന്നത് ചോദിച്ചേക്കുന്നത്. പക്ഷേ അവിടെ ആൻസർ ഷീറ്റിലുള്ളോ അവൾ പോവർട്ടി എന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല. BPL ആണ് ആ ക്ലാസ്സിലെ ഏറ്റവും പോറായിട്ടുള്ള കുട്ടിയാണ്. ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവൾക്ക് പോവർട്ടി എന്നു പറയാൻ പറ്റിയിട്ടില്ല. അപ്പം പോവർട്ടി അനുഭവിച്ചിട്ടും പോവർട്ടി പറയാൻ പറ്റാത്തത് ഒരു പോവർട്ടി തന്നെയാണ്. UNDPയുടെ റിപ്പോർട്ടിൻ്റെ അകത്ത് UNDP അവർ പറഞ്ഞേക്കുന്നുണ്ടല്ലോ, വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുക ഒരു പോവർട്ടിയെക്കുറിച്ച്. അപ്പോൾ ജമൈക്കയിലെ ഒരുത്തൻ പറഞ്ഞേക്കുക എന്താണ്, അവനിച്ച് ചെറുപ്പക്കാരനാണ്, അയാൾ പറഞ്ഞേക്കുവാണേ പോവർട്ടി എന്നാണെന്നറിയോ, നമുക്ക് 5 പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല. ഫ്രണ്ട്സാരും നമ്മളെ വിളിക്കില്ല, കാരണം അവർക്ക് ചായ വിളിച്ചു കൊടുക്കാൻ നമ്മുടെ പൈസ ഇല്ല. ആരും വേണ്ടാത്തവരെ ജീവിക്കുന്നതാണ് പോവർട്ടി. ജയിലിൽ പോലെ ഇതിലും ഭേദം ജയിലാണ് എന്നാണ് ഒരു സ്ത്രീ പറഞ്ഞത്. അപ്പം പോവർട്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോവർട്ടി മൾട്ടി ഡയമെൻഷനലാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ് പോവർട്ടി? മൾട്ടി ഡയമെൻഷനലാണ്. ബഹുമുഖങ്ങളുണ്ട്. പോവർട്ടിയെക്കുറിച്ച് ഏറ്റവും നല്ല ക്രൈറ്റീരിയൻ ഡെവലപ്പ് ചെയ്ത അമർത്യ സെനാണ്. അമർത്യ സെൻ ഭയങ്കര മിടുക്കനാളാണ്. അമർത്യ കുമാർ സെൻ എന്ന് പറയും. അദ്ദേഹം ഇക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടുക. അദ്ദേഹം പറഞ്ഞു, സമൂഹത്തിൻ്റെ മുമ്പിൽ നാണക്കേടോടെ ജീവിക്കേണ്ടി വരുന്നതും പോവർട്ടിയാണ്. അല്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, സമൂഹം നമ്മളെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതെന്താണ്? പോവർട്ടിയാണ്. പോവർട്ടിക്ക് എന്തുണ്ട്? പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് അദ്ദേഹം മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അത് മൾട്ടി ഡയമെൻഷണൽ പല മുഖങ്ങളാണ്. ഇത് ആരാന്നറിയോ? ഇത് UNDP. പക്ഷേ അതിന് റെക്കമെൻഡേഷൻ കൊടുത്ത അമർത്യ സെൻ. നമ്മൾ പോവർട്ടിയെക്കുറിച്ച് പറയാം. അപ്പോൾ പോവർട്ടി മാറ്റണം, അൺഎംപ്ലോയ്മെൻറ്റ് മാറ്റണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തുണ്ട്? സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് സങ്കുചിതമായ കാഴ്ചപ്പാട് അന്നത്തെ കാലത്ത്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് പ്ലാനിങ് തുടങ്ങിയത്. ഇപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പം നമ്മൾ പോവർട്ടി എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് വെൽഫെയർ എന്നുള്ള നമുക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. സാമൂഹിക നമ്മളെപ്പോഴും ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ പ്ലാനേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാനേഴ്സ് അങ്ങനെ ഇതൊന്നും ഇക്കണോമിക്സിൻ്റെ ആംഗിൾ മാത്രം പറയേണ്ടതല്ല. ഇതൊക്കെ സോഷ്യോളജിക്കൽ പൊളിറ്റിക്കൽ ആംഗിളും കൂടെ പറയേണ്ടതാണ്. ഈ പോവർട്ടി ഉള്ള വിഷയങ്ങൾ. ദി ലോജിക് ഓഫ് പബ്ലിക് സെക്ടർ പ്ലാനിംഗ് പ്രോസസ് വാസ് ദാറ്റ് ദി ഗവൺമെൻറ് ഈസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇനീഷ്യേറ്റ് ആൻഡ് അണ്ടർടേക്ക് സോഷ്യലി ഡിസൈറബിൾ ഡെവലപ്മെൻറ്റ്. മനസ്സിലായില്ല? സ്വകാര്യ വ്യക്തിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമല്ല വ്യവസായവത്കരണം. വ്യവസായവത്കരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വാക്ക് എവിടെ ഇറങ്ങി? വ്യവസായവത്കരണം എവിടെയും ഉണ്ടല്ലേ, നോക്കട്ടെ. സോ വ്യവസായവത്കരണം എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളെ സ്ഥാപിക്കുകയല്ല. വ്യവസായങ്ങൾ സ്ഥാപിക്കുമ്പോൾ വ്യവസായങ്ങളിലൂടെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടി, ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂടണം. എന്ത് കൂടണം? ഒരിക്കൽ ഞാൻ പറഞ്ഞോട്ടെ ആ വാക്ക് എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ വാക്കിനർത്ഥമാണ് ഉൽപ്പാദനക്ഷമത എന്നാണ്. അത് ഉൽപ്പാദനക്ഷമത ഒരു ഭയങ്കര സംഭവമാണ്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇപ്പം വലിയ ഐഡിയ ഒന്നും കിട്ടുമല്ല. ഉൽപ്പാദനക്ഷമത തന്നെ. നമ്മൾ ചൈനയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് നോക്കൂ. അവരതൊക്കെ 100 കണക്കിന് ചുമ്മാ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വിടും. ഒരു ദിവസം കൊണ്ട് ഒരു മെഷീൻ വെച്ച് അവരെന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അടുത്ത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിങ്ങനെ പൊതുവായിട്ട് പറയാമെന്ന് വിചാരിച്ചേക്കരുത്. എൻ്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ ഇക്കണോമിക്സിലെ വലിയൊരു സംഭവമാണ്. കാരണം ഒരു ഇക്കോണമി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൈവരിക്കണമെന്ന് ഇക്കണോമിക്സ് മോഡലുകളെല്ലാം പറയുന്നുണ്ട്. ഞങ്ങളോട് അങ്ങനെ പറയുന്നത് കേട്ടോ. പ്രൊഡക്ടിവിറ്റി എന്നാന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അറിയത്തില്ലായിരുന്നു. തീരെ ഐഡിയ കുറവായിരുന്നു. ഞാൻ അതിനെ പരിചയപ്പെട്ടു. അതിൻ്റെ പേരാണ് സാജൻ. ഈ സാജനെ പരിചയപ്പെട്ടപ്പോൾ സാജൻ ഉണ്ടല്ലോ, അയാളുടെ പേര് ഞാൻ വാട്സാപ്പിൽ സാജൻ എഫക്റ്റ് എന്നാണ് വിട്ടിരിക്കുന്നത്. അയാൾ ശരിക്കും ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഭയങ്കര ഡിസൈനിങ് ആവും ആഫ്റ്റർ എഫക്റ്റ്. ബേസിക്കലി ഹീസ് ആൻ ആശാരി. അപ്പം സാജൻ്റെ ജോലി എന്നാ, ഞാൻ സാജനെ പറ്റി സാജനോട് ചോദിച്ചു സാജൻ്റെ ജോലി എന്താ. അപ്പോൾ അദ്ദേഹം ആശാരിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്നാ പറയും? തവി ഉണ്ടാക്കുക. ഈ വുഡ് കൊണ്ടുള്ള തവിയില്ലേ, അതുണ്ടാക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു തവി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ തവി ഉണ്ടാക്കുന്ന പരിപാടി തന്നെ കൈകൊണ്ട് തവി ഉണ്ടാക്കുന്നത് മാറി. കാരണം ഒരു തവിയും വേറൊരു തവിയും നീ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുമല്ലോ. എന്നിട്ട് തവി ഉണ്ടാക്കാൻ വേണ്ടി ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം ഒരു മെഷീൻ കൊണ്ടുവന്നു. മെഷീൻ 25 ലക്ഷം രൂപയായി. 25 ലക്ഷം രൂപയുടെ മെഷീൻ ലോൺ എടുത്ത് മേടിച്ചു. ലോൺ എടുക്കാൻ വേണ്ടി ഭാര്യയുടെ സാലറി സർട്ടിഫിക്കറ്റ് ഈട് വെച്ചു. അപ്പം ഭാര്യ എവിടെ ജോലി ചെയ്യുന്നത്? ഗവൺമെൻറ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം സാജൻ വരുമ്പം ഭാര്യ കൂടെ വരും. അപ്പം സാജൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്താ മെച്ചം കിട്ടിയത്? മെച്ചം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണല്ലോ, ബട്ട് ഹീ ഷുഡ് എക്സ്പ്ലെയിൻ ദാറ്റ്. അപ്പം സാജൻ എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു 20 തവി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ മെഷീൻ കാരണം ഞാനിങ്ങനെ ഈ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് തവിയുടെ ഡയമെൻഷനൊക്കെ മെഷീനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇപ്പോൾ ആ മെഷീൻ 1000 തവി ഉണ്ടാക്കുന്നുണ്ട്.
1000 തവി ഉണ്ടാക്കുന്നുണ്ട്. ഈ 1000 തവി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയും? എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടി. അദ്ദേഹം പറഞ്ഞൊരു വാക്കാട്ടോ, ഒരു സാധാരണ 10ാം ക്ലാസ്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? പ്രൊഡക്ടിവിറ്റി കൂടി. എനിക്ക് 20 തവിയിൽ നിന്ന് എൻ്റെ പ്രൊഡക്ടിവിറ്റി എത്ര കൂടി? 1000 തവി കൂടി. അപ്പോൾ എന്ത് കൂടി? എൻ്റെ ഇൻകം കൂടി. ശരിയല്ലേ? ഇതാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ത്യ മുഴുവൻ ചെയ്യേണ്ട കാര്യം, ഒരിടത്ത് മാത്രമല്ല. അതാണ് ശരിക്കും ഇൻഡസ്ട്രിയലൈസേഷൻ. ആ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഗവൺമെൻറ്റിനുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് മീൻസ് റീജിയണൽ ബാലൻസ് ആൻഡ് സെക്ടർ ബാലൻസ്. അഗ്രികൾച്ചർ ഇൻഡസ്ട്രി തമ്മിലുള്ള ബാലൻസ്, ട്രേഡും ഡൊമസ്റ്റിക് ട്രേഡും തമ്മിലുള്ള ബാലൻസ്, അതല്ലെങ്കിൽ നമ്മൾ പറയാം അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിലുള്ള ബാലൻസ്, റീജിയണൽ ബാലൻസ് ആസ് വെൽ. റീജിയണൽ ബാലൻസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പ്ലാനിങ് when the government allocates resources to the backward regions of the country. നമ്മുടെ ബാക്ക്വേർഡ് റീജിയൻസ് ഒത്തിരി ഉണ്ടല്ലോ. എവിടെയൊക്കെയാണ്? ബീമാരു സ്റ്റേറ്റ് എന്ന് പറയും. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഇതൊക്കെയാണ് ബീമാരു സ്റ്റേറ്റ് എന്ന് പറയും നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ആ സ്റ്റേറ്റുകളിലൊക്കെ ഡെവലപ്മെൻറ്റ് ഇല്ല. നമ്മൾ ഉത്തർപ്രദേശൊക്കെ ഭയങ്കര സംഭവം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ശരിക്കും അവിടെയൊക്കെ പോയി നോക്കണം. ഉൾനാടുകളിൽ പോയി കഴിഞ്ഞുള്ള കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അതാണ് ശരിക്കും ഇന്ത്യ. അല്ല, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ പൂർ ആയിട്ടുള്ള റീജിയനിലേക്ക് ഗവൺമെൻറ് കൂടുതൽ കൺസെൻട്രേഷൻ കൊടുക്കണം. ലോഞ്ചിങ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഈ വ്യവസായവത്കരണത്തെ നമ്മൾ എത്ര പ്രകൃതിച്ചാലും തീരൂല. കാരണം വ്യവസായവത്കരണം അത്ര വലുതാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യവസായവത്കരണം. ഇൻ എനി ഇക്കോണമി ഇൻഡസ്ട്രിയലൈസേഷൻ എനേബിൾസ് ദ കൺട്രി അക്വയർ മാനുഫാക്ചറിങ് കമ്പീറ്റൻസ്. ഇതാണ് കമ്പീറ്റൻസ്. നമ്മൾ ഈ ചൈനയെക്കുറിച്ച് എപ്പോഴും പറയുമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചൈനയുടെ ആയിരിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും ചൈനയുടെയാണ്. അവരെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ലോകം മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെയാവും. അവരെന്താണ്? അവിടെ വിദ്യാഭ്യാസം ഭയങ്കര നല്ല, മാനുഫാക്ചറിങ് കോമ്പീറ്റൻസ് ഭയങ്കര കൂടുതലാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് എക്സ്പാൻഷൻ കിട്ടി. നമ്മൾ പറഞ്ഞു 1990 ഇന്ത്യയിൽ പെർ ക്യാപിറ്റൽ ഇൻകം $390 ചൈനയിൽ $330. ഇപ്പം ചൈനയിൽ $10,740 പെർ ക്യാപിറ്റൽ ഇൻകം, ഇന്ത്യയിൽ 2100. ഈ വ്യത്യാസത്തിന് കാരണം എന്താ? ഈ വ്യത്യാസം ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു ചെടി എന്താ പറയുക, കുരു വീണ് വളർന്ന് വലുതാകുന്ന പോലെ തന്നെ സംഭവിക്കുന്നതല്ല. അത് ആരുടെയെങ്കിലും ഇടപെടലോടെ കൊണ്ടുവരണം. അതാരും കൊണ്ടുവരണം? ഗവൺമെൻറ് കൊണ്ടുവരണം. ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ചൈനയല്ലാതെ അവർ ഗവൺമെൻറ് കൊണ്ടൊന്നും അല്ല, തന്നെ വന്നൊന്നുമല്ല. അവിടുത്തെ ജനങ്ങൾ തീരെ പോറായിരുന്നു, നമ്മളെക്കാളും കഴിവില്ലാത്തവരായിരുന്നു. അവരെ ആ സമൂഹത്തെ അവർ മാറ്റി ചിന്തിപ്പിച്ചു. സോഷ്യൽ ചേഞ്ച് ആദ്യം നടക്കുന്ന വ്യവസായവത്കരണത്തിന് മുമ്പ് ഓരോ ഓൺട്രപ്രണറായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ സൊസൈറ്റിയെ പ്രേരിപ്പിക്കാൻ അവിടുത്തെ ഗവൺമെൻറ് ഉണ്ടായി. പൊളിറ്റിക്കൽ ചേഞ്ചാണ് അവിടെ ഉണ്ടായത്. മനസ്സിലായല്ലോ? അപ്പോൾ പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ഭയങ്കര മിടുക്കരായിരുന്നു. ജനങ്ങളെക്കാളും മിടുക്കരായ പൊളിറ്റീഷ്യൻസ് തോന്നും. ജനാധിപത്യത്തിലോ ജനങ്ങളെക്കാളും മോശം പൊളിറ്റീഷ്യൻസ് ആയിരിക്കും. Okay, so the goal of the plan was that the planning process will make India to undertake industrialization in a quick manner. അതാണല്ലോ നമുക്ക് എങ്ങനെ സ്പീഡപ്പ് ചെയ്യാം. ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെയുള്ളൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സല്ല. വെൻ ഇറ്റ് ബിക്കംസ് ഓട്ടോമാറ്റിക് ഇറ്റ് ബിക്കംസ് ഗ്രാജുവൽ ആൻഡ് ഇറ്റ് ബിക്കംസ് എറോനിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എററായിരിക്കും, ഡിസൈറബിൾ വേ അല്ലായിരിക്കും. അപ്പോൾ അതിനൊരു പ്ലാനിങ് വേണം. ഇൻഡസ്ട്രിയലൈസേഷനെ കൊണ്ടുവരാൻ പ്ലാൻ അത്യാവശ്യമാണ്. ലോകത്തിൽ ചൈന പോലെ ഡെവലപ്പിംഗ് കൺട്രീസ് അങ്ങനെ ചെയ്ത്, റഷ്യ അങ്ങനെ ചെയ്ത്. അമേരിക്ക അങ്ങനെയല്ല. അമേരിക്കയിൽ ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ട്. മനസ്സിലായല്ലോ? അമേരിക്കൻ സൊസൈറ്റി ഭയങ്കര പ്രോഗ്രസീവാണ്, ഭയങ്കര എഡ്യൂക്കേറ്റഡാണ്, ഭയങ്കര സയൻസ് അവരുടെ രക്തത്തിലുണ്ട്. അങ്ങനെയുള്ളിടത്ത് വ്യവസായവത്കരണത്തിന് വേണ്ടി ഗവൺമെൻറ് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഒരു ഓൺട്രപ്രണറെ പോലെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ അങ്ങനെ സയൻസ് ചിന്തഗതി ഉണ്ടോ? ഇല്ല. സയൻറ്റിഫിക് വഴി ചിന്തിക്കുമോ? ഇല്ല. സ്കൂളിലും കോളേജിൻ്റെയൊക്കെ നിലവാരം അങ്ങനെ ഭയങ്കര മോശം. സയൻസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ എന്ത് വേണം? ഒരു സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ വേണം. മനസ്സിലായല്ലോ? സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഇന്ത്യയിൽ വേണം. ചൈനയിൽ അത് വേണ്ടി വന്നു. ചൈന എന്ന് പറഞ്ഞാൽ ചൈന നമ്മളെക്കാളും വലിയ ഭയങ്കര സംഭവമാണോ? അല്ല. നിങ്ങൾ ചിന്തിക്കണം, 1000 AD ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ അതിന് മുമ്പൊക്കെ നാളന്ദ യൂണിവേഴ്സിറ്റി റഷ്യയിലൊക്കെ ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ലോകത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, hence under planning the industrialization must be undertaken with the leadership of the public sector. ആരുടെയൊക്കെ ലീഡർഷിപ്പ് വേണം? പബ്ലിക് സെക്ടറിൻ്റെ ലീഡർഷിപ്പ് വേണം. പബ്ലിക് സെക്ടറിൻ്റെ ലീഡർഷിപ്പ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് അറിയാൻ പറ്റും. ശരിയല്ലേ? പബ്ലിക് സെക്ടറിൻ്റെ ലീഡർഷിപ്പ്, പബ്ലിക് സെക്ടർ പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ സ്ട്രാറ്റജി ഓഫ് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്തിരിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? അച്ചീവ്മെൻറ്റ് ഓഫ് ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്. സെക്കൻഡ്, സോഷ്യൽ ജസ്റ്റിസ്, ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവത്കരണം. Okay, now we are coming to the strategy of planning. Planning in India was introduced in the early 50s to initiate the process of development. Planners made a vision. എന്താണ് vision? So there were visionaries like Jawaharlal Nehru that the planning process will start industrialization in the economy.
ഇൻഡസ്ട്രിയലൈസേഷൻ അബ്സോർബ് എക്സസ് ലേബർ ഫോഴ്സ് ടു ദി പ്രൈമറി സെക്ടർ ഇൻ ദി ഇൻഡസ്ട്രിയൽ സെക്ടർ. അതാണല്ലോ 3 സെക്ടർ ഉണ്ട്, അഗ്രി, ഇൻഡസ്ട്രി, സർവീസ്. അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ആൾക്കാർ എങ്ങോട്ട് വേണം? ഒരു സെക്കൻഡ്, ഞാനിന്ന് ഇച്ചിരി ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ. ഓക്കെ, സോ നമ്മൾ ഈ എന്താണ് ഒരു രാജ്യത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ? ഒരു ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. നമുക്ക് തന്നെ ഒരു വ്യക്തി നിൽക്കും, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ശരിയല്ലേ? നമുക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, സാധാരണ ഒരു ആനിമലായി മാറും. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്കോണമിക്ക് ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ആൾക്കാർ ഇൻഡസ്ട്രിയിലേക്ക് പോവുക, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് കുറേ കഴിയുമ്പോഴത്തേക്കും അതേ ആൾക്കാരല്ല പോകുന്നോട്ടോ, തലമുറകൾ കഴിയുമ്പോൾ വേറെ ആൾക്കാർ സർവീസ് സെക്ടറിലേക്ക് പോകും. നമ്മളിവിടെ അങ്ങനെയല്ല, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ സർവീസ് സെക്ടറിലേക്ക് പോയി. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയോ? ഇൻഡസ്ട്രി ഇല്ലെന്നായി പോയി. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ടെക്നോളജി വേണം. ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനും ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും ശേഷിയില്ലാത്തതും താല്പര്യമില്ലാത്ത ജനത അഗ്രികൾച്ചറിൽ നിന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് ഇൻഡസ്ട്രി ഒഴിവാക്കി സർവീസിലേക്ക് പോയ വികസന ചരിത്രം ഇന്ത്യയുടേത്. ചൈനയുടെ അങ്ങനെയല്ല. അവിടെ ഫോഴ്സ്ഫുള്ളായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്നു. വിദ്യാഭ്യാസ സിസ്റ്റം മാറ്റി. ഡെങ് സിയാവോപിങ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഹി വാസ് റിയലി എ ഗുഡ് പേഴ്സൺ. അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ കോമൺ ആയിട്ടുള്ള കോമ്പറ്റൻസ് കൊണ്ടുവന്നു. ഏറ്റവും ആദ്യത്തെ പരിഷ്കാരം ചൈന നടത്തിയ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ. അതാണ് നമ്മളിവിടെയും പറയുന്നത്. വിദ്യാഭ്യാസ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ പ്ലാനിങ്ങിലെ സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് നമുക്ക് പിന്നെ പറയണം. ഇൻഡസ്ട്രിയലൈസേഷൻ അബ്സോർബ് എക്സസ് ലേബർ ഫോഴ്സ് ഫ്രം ദി പ്രൈമറി സെക്ടർ, വിച്ച് ഈസ് ദ പ്രൈമറി സെക്ടർ, ദി അഗ്രികൾച്ചർ സെക്ടർ. ഓക്കെ, സോ strategy of planning was that the public sector will engage in the production of capital goods as well as the supply of key and basic industries. ഓക്കെ, അപ്പം ഇവിടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല തന്ത്രപ്രധാനമായ ഗുഡ്സ് ഉണ്ടാക്കേണ്ട ജോലി ആരാ? അത് പബ്ലിക് സെക്ടറാണ്. അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ അതും പബ്ലിക് സെക്ടറാണ്. അപ്പോൾ കീ സ്ട്രാറ്റജിക് ഏരിയ ആരുടെയായിരിക്കണം? പബ്ലിക് സെക്ടർ. നെഹ്റുവിൻ കാഴ്ചപ്പാടാണ് കേട്ടോ. നെഹ്റു പറഞ്ഞു സോഷ്യലിസമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിൽ പബ്ലിക് സെക്ടർ പ്രധാനപ്പെട്ട റോളുകൾ കൈവരിച്ചു, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് ചെറിയ റോളെ കൊടുത്തുള്ളൂ. ഓക്കെ, ദ പബ്ലിക് സെക്ടറിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കോംപ്ലിമെൻറ്റഡ് ബൈ ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പ്രൈവറ്റ് സെക്ടർ വിൽ ക്രിയേറ്റ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. Once faster economic growth is achieved, its benefits will be filtered down to the poor section of society in the form of employment generation and proliferation of income among the poor people. ഈ ഏരിയക്ക് നിങ്ങൾക്ക് വെച്ചാൽ മനസ്സിലാവും. Hence the strategy of planning was that social justice will be achieved through faster economic growth. This sentence will tell the whole story. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് കൈവരിച്ചാൽ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കും. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുക. എവിടെയാണ് ഒരു പൊളിറ്റീഷ്യൻസും സോഷ്യോളജിസ്റ്റും, അവർ വേറൊരു ക്ലാസ് കേട്ടോ, ഇക്കോണമിസ്റ്റ് പോലെയല്ല. അവരും ഇക്കണോമിക്സ് തമ്മിലുള്ള വോയിസ് ഓഫ് ഡിഫറൻസ് വരുന്നത്. ഇക്കോണമിസ്റ്റുകൾ പറയുന്നത് എപ്പോഴും ഗ്രോത്ത് ഡസ് മാറ്റർ. അവരും മറ്റവർ പറയുന്നത് അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ റീഡിസ്ട്രിബ്യൂഷൻ വിച്ച് മാറ്റേഴ്സ്. അപ്പോൾ ഇക്കോണമിസ്റ്റ് പറഞ്ഞറിയോ, ഗ്രോത്ത് ഉണ്ടാകുക, ബാക്കിയുള്ളത് തന്നെ സംഭവിച്ചു. ദി സെൻട്രൽ പോയിന്റ് ഓഫ് ദി പ്ലാനിങ് സ്ട്രാറ്റജി വാസ് ദി സോ കോൾഡ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഇനി നമ്മൾ നോക്കുന്ന പ്ലാനിങ്ങിൻ്റെ ഒരു കോണ്ടാക്റ്റിനെ കുറിച്ച്, എങ്ങനെ പ്ലാനിങ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് 1974-78 ഏതാണ് 5th OA പ്ലാൻ വരെയുള്ള കാലഘട്ടം നമ്മൾ കണ്ടു അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ദെൻ കംസ് ഫോർത്ത് ആഫ്റ്റർ ഫിഫ്ത്ത്. 5th OA പ്ലാൻ വാസ് എ ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി ആസ് വെൽ ആസ് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഓക്കെ, അപ്പോൾ അവിടെ ഇന്ത്യൻ പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു, അന്നത്തെ കാലത്ത് ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി ആയിരുന്നു, ഇന്ത്യയുടെ രാഷ്ട്രീയവും ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു പുരുഷനായിരുന്നു ഞാൻ കണ്ടതിൽ എന്നൊക്കെ സാം മനേക്ഷ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുരുഷനേക്കാളും നല്ല സ്ഥിരത സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഇപ്പം ഇന്ദിരാഗാന്ധി 1970 ആദ്യ കാലഘട്ടത്തെ ഇലക്ഷനിൽ അവർ പറഞ്ഞെന്നാണ് പറയുന്നത്, ദാരിദ്ര്യം മാറ്റണം. നമ്മളിപ്പോൾ എന്തൊക്കെയായിരിക്കും മുദ്രാവാക്യം കൊണ്ടുവരുന്നത്? ഇപ്പം നമ്മൾ പല മുദ്രാവാക്യങ്ങളും കൊണ്ടുവരും. ദാരിദ്ര്യം ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമല്ല, ആണോ? അല്ല. അതെന്തുകൊണ്ടാണ് നമ്മളത് ടച്ച് ചെയ്യുന്നില്ല? ദാരിദ്ര്യം മാറ്റണം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകില്ല. പക്ഷേ അന്ന് ഒത്തിരി ആൾക്കാർ പട്ടിണി ബേസ് ചെയ്ത് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമൊക്കെ അന്നത്തെ. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയാണല്ലോ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്നറിയോ? ജോലിക്ക് ഗവൺമെൻറ് എടുക്കും, നമുക്ക് വൈകുന്നേരം കഴിയുമ്പോൾ ഫുഡ് കിട്ടും. അങ്ങനെ ഇന്ന് ആരെങ്കിലും ജോലിക്ക് പോകും? അപ്പോൾ അന്ന് ഫുഡ് അത്രമാത്രം സ്കേഴ്സായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഘടാവോ. ഗരീബി ഘടാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും. എന്നിട്ട് ഇന്ദിരാഗാന്ധി ആ മുദ്രാവാക്യം വെച്ച് ഇലക്ഷനിൽ ജയിച്ചു. ഏറ്റവും അവസാനം ഇന്ത്യയിലെ 5th OA പ്ലാനിൻ്റെ സ്ലോഗനായി തീർന്നു എന്ത്? ഗരീബി ഘടാവോ. അപ്പം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഇന്ത്യ വന്ന പ്ലാനാണ് 1974-78 5th OA പ്ലാൻ. ആ 5th OA പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്ലാനിങ് ഹിസ്റ്ററിയുടെ ഇന്ത്യയുടെ സ്ട്രാറ്റജി അങ്ങ് മാറ്റിക്കളഞ്ഞു. നമ്മളെങ്ങനെയാണ് പ്ലാനിങ്ങിനെ കുറിച്ച് വിചാരിച്ചത്? പ്ലാനിങ്ങിൽ ആദ്യം ഗ്രോത്ത് വരട്ടെ, പിന്നെ തന്നെ പോവർട്ടി മാറുമെന്നല്ലേ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല. ഗ്രോത്ത് വന്ന് 1951 തൊട്ട്
76 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ഈ ആളുകൾ 1976 ആയപ്പം പറഞ്ഞു, അതായത് ഇന്ത്യയിൽ പോവർട്ടിക്ക് ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല, ഇന്ത്യ അൺഎംപ്ലോയ്മെൻറ്റ് മാറിയിട്ടില്ല, നമ്മളൊരിക്കലും റഷ്യയെ പോലെ ആയിട്ടില്ല, നമ്മൾ അമേരിക്കയെ പോലും ആയിട്ടില്ല, നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. അതുകൊണ്ട് people became dissatisfied about the planning process. They said that you confront our immediate problem, like what? Poverty. And like what? Unemployment. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് മതി എന്ന് പറയും. അങ്ങനെ ഇന്ത്യയിലെ പ്ലാനിങ്ങിൻ്റെ സ്ട്രാറ്റജി മാറി. പ്ലാനിങ് ഗ്രോത്ത് വഴി പോവർട്ടി മാറ്റാം എന്നുള്ള തന്ത്രം മാറ്റിയിട്ട് പോവർട്ടിയെ നേരിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് അറ്റാക്ക് ഓൺ പോവർട്ടിയെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാംസ് വന്നു. അപ്പോൾ പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാംസിൻ്റെ ഇങ്ങനെ തിരമാലയായിട്ട് വരാൻ തുടങ്ങി 5th വൈ പ്ലാൻ തൊട്ടാണ്. അപ്പോൾ ആദ്യത്തെ പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം IRDP ആയിരുന്നു കേട്ടോ, IRDP. പിന്നെ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അന്നത്തെ കാലത്താണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, ഗ്യാരണ്ടി അല്ല. പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, പിന്നെ അങ്ങോട്ട് പിന്നെ അത് കഴിഞ്ഞ് നെഹ്റു റോസ്ഗാർ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് വന്നു. അപ്പോൾ ആ പ്രോഗ്രാംസിലേക്ക് നമുക്ക് പോകണ്ട, കാരണം ഒരു ബുക്ക് എഴുതാൻ മാത്രമുള്ള പ്രോഗ്രാംസ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു. പോവർട്ടി എറാഡിക്കേറ്റ് ചെയ്യാൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ. ഇന്ത്യയുടെ ഈ സോഷ്യൽ ആൻഡ് വെൽഫെയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ചരിത്രം ഇവിടെ ഈ പ്ലാനിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 6th വൈ പ്ലാൻ, നമ്മൾ 5th വൈ പ്ലാനെ കുറിച്ച് പറഞ്ഞല്ലോ. 6th വൈ പ്ലാനിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം ഭയങ്കര പ്രോഗ്രസീവ് ഒന്നായിട്ട് വന്നത്. 74 ഇങ്ങനെ 5th വൈ പ്ലാനിൽ ഇങ്ങനെ തീരുമാനിച്ചു, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങി 6th. ഈ 5th വൈ പ്ലാൻ 4 വർഷമുള്ളായിരുന്നു. 4 വർഷത്തിൻ്റെ അവസാനം ജനതാ ഗവൺമെൻറ് വന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ ചേഞ്ചാണ്. കോൺഗ്രസ് അല്ലാത്തൊരു ഗവൺമെൻറ് വന്നപ്പം അവർക്ക് രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രപരമായ എന്ത് പോളിസിയാണ് നടപ്പിലാക്കാനുള്ളത്? ജനതാ ഗവൺമെൻറ് പറഞ്ഞു ഈ പ്ലാനിങ് കൊണ്ട് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് അവർ പ്ലാനിങ്ങിൻ്റെ ആ മെത്തഡോളജി ഒന്ന് മാറ്റി ആ പ്ലാനിങ്ങിനെ അവർ പുതിയൊരു രീതിയിലുണ്ടാക്കി. റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാനിങ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ത് പ്ലാനിങ്? റോളിംഗ് പ്ലാൻ. അങ്ങനെ റോളിംഗ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. 1974-79 5th പ്ലാൻ ഒഴിവാക്കി അത് ഒരു വർഷം കൊണ്ട് കട്ട് ചെയ്തു. 78 ആയിട്ട് ചുരുത്തിയിട്ട് 1978-80 എന്ന് പറഞ്ഞുകൊണ്ട് 6th വൈ പ്ലാൻ തുടങ്ങി. അതിൽ റോളിംഗ് പ്ലാൻ 5 ഇയർ പ്ലാൻ അല്ല, ഓരോ വർഷം പ്ലാൻ തുടങ്ങി. ആ പ്ലാൻ തുടങ്ങിയത് ജനതാ ഗവൺമെൻറ് കാലഘട്ടത്തിൽ. പിന്നെ ഇന്ദിരാഗാന്ധി ഒന്നുകൂടെ തിരിച്ചു വന്നിട്ട് ഈ 78-80 6th വൈ പ്ലാൻ, റോളിംഗ് പ്ലാൻ അവസാനിപ്പിച്ചിട്ട് അവർ പുതിയൊരു പ്ലാൻ തുടങ്ങി. അതാണ് നമ്മളിപ്പോൾ കാണുന്ന 6th വൈ പ്ലാൻ. 1980-85 6th വൈ പ്ലാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 5th വൈ പ്ലാൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത് ഇന്ത്യയെ ഡയറക്റ്റ് അറ്റാക്ക് ആണ് പോവർട്ടിക്ക് ഒഴിവാക്കാൻ വേണ്ടി കൃത്രിമ പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നു. ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വരെ മാതാവിനെയും പിതാവിനെയും നമ്മൾ കാണണമെങ്കിൽ എങ്ങോട്ട് പോകണം? ഈ 5th വൈ പ്ലാനിലേക്ക് പോയാൽ മതി. ഈ പിന്നെയും പ്ലാനിങ് അങ്ങനെ പോയി. പ്ലാനിങ് പോയിട്ട് 1985-90 ആയപ്പോഴത്തേക്കും ഇന്ത്യ വിദേശത്ത് നിന്ന് എടുത്ത കടമൊക്കെ തിരിച്ചടക്കാൻ എനിക്ക് പറ്റുന്നില്ല. കടം തിരിച്ചടയ്ക്കാൻ ഡോളർ അടയ്ക്കാൻ പറ്റും. അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നു. ഇത് നമ്മൾ പറയുക ക്രൈസിസ് വന്നപ്പം ഇന്ത്യ IMFൻ്റെ അടുത്ത് പോയി ലോൺ എടുത്തു. അപ്പം ഈ IMFിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞ് പിന്നെ IMF പറഞ്ഞ പോളിസി നടപ്പിലാക്കണം. അതാണ് IMFിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ IMF പറഞ്ഞ പോളിസി നടപ്പിലാക്കണം. ലോൺ എടുത്ത് അവരുമായിട്ട് ഡിസ്കഷൻ നടത്തി പോളിസികളൊക്കെ ഗവൺമെൻറ് നടപ്പിലാക്കി. ആ പോളിസികൾ ഇന്ത്യയിൽ എന്തായിട്ട് വന്നു? ഇക്കണോമിക് റിഫോംസ് ആയിട്ട് വന്നു. ഇക്കണോമിക് റിഫോംസിൻ്റെ അകത്ത് എന്താ അപ്പോൾ പറഞ്ഞെന്നറിയോ? പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ലിബറലൈസേഷൻ വന്നു. ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. ഗവൺമെൻറ് റെഗുലേഷൻ കുറഞ്ഞു. അങ്ങനെ പ്ലാനിങ്ങിന് പ്രസക്തിയില്ലെന്നായിപ്പോയി. പ്ലാനിങ്ങിന് പ്രസക്തിയില്ല. പ്ലാനിങ്ങിനെ വെള്ളം ചേർത്ത്, പാലിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്ന പോലെ വെള്ളം ചേർത്ത് പുതുതായിട്ട് ഇന്ത്യ അവതരിപ്പിച്ചു. അതിനൊരു പേരും കൊടുത്തു. അതാണ് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്. നമ്മളോട് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്ലാനിങ് ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പം 1980-85 എന്ന് പറയുന്നത് 6th വൈ പ്ലാനാണ് നമ്മൾ പറഞ്ഞത്. 1985 90 എന്തായിരിക്കും? 7th വൈ പ്ലാൻ ആയിരിക്കും. അങ്ങനെയാണ് ഈ 1995 എന്തായിരിക്കണം? 8th വൈ പ്ലാൻ ആയിരിക്കണമായിരുന്നു. പക്ഷേ 8th വൈ പ്ലാൻ 90 ലോഞ്ച് ചെയ്തില്ല. കാരണം എന്താണ്? ഇക്കണോമിക് റിഫോംസ് വന്നു. പ്ലാനിങ്ങിന് പ്രസക്തി ഉണ്ടെന്നുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാതെ പകരം 2 വർഷം മാറ്റിവെച്ചു. 90 തൊട്ട് 92 വരെ ഇന്ത്യ പ്ലാൻ ഇല്ലായിരുന്നു. ആനുവൽ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആനുവൽ പ്ലാൻസ് മാത്രം കൊടുന്നു. എന്നിട്ട് പഞ്ചവത്സര പദ്ധതിയിൽ ഒന്നുകൂടെ തുടങ്ങി 92 തൊട്ട് 97 വരെ 8th വൈ പ്ലാൻ്റെ രൂപത്തിൽ
ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങിൻ്റെ രീതിയിൽ ഇന്ത്യ പ്ലാനിങ് കൊണ്ടുപോകും. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല, ഇത് വെറും ഡയറക്ഷൻസും ഒബ്ജക്റ്റീവ്സും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇക്കണോമിക് റിഫോംസിൽ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഇപ്പം പ്ലാനിങ് ഉള്ള പ്രോസസ്സിന് പ്രാധാന്യം കുറഞ്ഞു പോയി. അങ്ങനെ നമ്മളൊരു പുതിയ തരം പ്ലാനിങ് കൊണ്ടു, അതാണ് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്. ഓക്കെ, സോ ദിസ് വാസ് ബിക്കോസ് ഓഫ് ലോഞ്ച് ഓഫ് ഇക്കണോമിക് റിഫോംസ് ഇൻ 1991. റിഫോംസ് ആർ ഗിവൺ ഇമ്പോർട്ടൻസ് ടു മാർക്കറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഹാസ് ഗിവൺ മോർ റോൾ ടു ദി പ്രൈവറ്റ് സെക്ടർ. Hence, the importance of planning process was reduced. The 8th Five-Year Plan could not take off in 1990 due to the fast-changing political situation at the center, and the years 1991 and 1992 were treated as annual plans. The 8th Five-Year Plan finally launched in 1992 after the initiation of structural adjustment policies. ഇതൊക്കെ വിട്ട് കളഞ്ഞാൽ അത് നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ കാണാം. For the first 8 plans, the emphasis was on a growing public sector with massive investment in basic and heavy industry. But since the launch of the 9th plan in 1997, the emphasis on the public sector has been reduced in the context of indicative planning. നമുക്ക് ഏകദേശം പിടികിട്ടും. അതായത് ഈ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് വന്നതോടുകൂടി ഇന്ത്യ പ്രൈവറ്റ് സെക്ടറിന് അല്പം കൂടെ പ്രാധാന്യം വന്നു, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറഞ്ഞുപോയി. ഇനി നമ്മൾ കാണുന്ന 5 പ്ലാൻസ് ഡ്യൂറിങ് 92 തൊട്ട് 2017 വരെ. 2017 അവസാനത്തെ പ്ലാൻ തീർന്നു. 12th 5 പ്ലാൻ അത്രയും കാലഘട്ടം. അപ്പം 8th 9th 10th 11th 12th 5 5-year പ്ലാനിൽ എന്തായിരുന്നു ഒരു പ്ലാനിങ്ങിൻ്റെ സ്വഭാവം? ഫയർ പ്ലാനിംഗ് ഡ്യൂറിംഗ് ദി 92-2017 phase witnessed the progress of economic reforms. The Planning Commission was a set objectives related to overall economy and different sectors. Similarly, it set strategies for realizing these objectives. അപ്പോൾ സ്ട്രാറ്റജീസോ ഒബ്ജക്റ്റീവ്സോ സെറ്റ് ചെയ്ത് ഗൈഡ് ലൈനൊക്കെ കൊടുക്കുന്ന ജോലി മാത്രമേ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആക്റ്റീവ് ഇൻ്റർവെൻഷൻ പ്ലാനിംഗ് കമ്മീഷനിലായിരുന്നു. ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു എനർജി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡ്യൂറിംഗ് ദി 8th and 9th Five-Year Plan. Infrastructure was given priority in the 10th 11th Five-Year Plan. Economic growth was also picked during the 4 5-year plans conducted during this plan. ഏറ്റവും വലിയ പ്രത്യേകത അറിയാം, 92 തൊട്ട് 2017 വരെ ഇന്ത്യയിൽ എക്കണോമിക് ഗ്രോത്ത് സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരിക്കും പറയുകയാണെങ്കിൽ 1951 തൊട്ട് 1992 വരെയുള്ള കാലഘട്ടത്തെക്കാളും ഇക്കണോമിക് ഗ്രോത്ത് കൂടുതൽ ഈ 92 തൊട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 10th Five-Year പ്ലാനിലൊക്കെ ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരുന്നു. 10% ഗ്രോത്ത് കൈവരിച്ചു. 10% ഗ്രോത്ത് റേറ്റ് കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാറ് 120 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന പോലെ. അപ്പോൾ ചൈനയിൽ എങ്ങനെയായിരുന്നു? 25 വർഷം 10% കൊണ്ട് ഗ്രോത്ത് കൈവരിച്ചതുകൊണ്ടാണോ ജനങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്? അല്ല. അല്ലെങ്കിൽ വ്യവസായങ്ങൾ വളരുന്നത്? അല്ല. വ്യവസായങ്ങൾ വളരുമ്പോഴാണ് ഗ്രോത്ത് കൈവരിക്കുന്നത്. മനസ്സിലായല്ലോ? വ്യവസായങ്ങൾ കൊണ്ട് വളർന്നുകൊണ്ട് ഗ്രോത്ത് കൈവരിച്ചത്. അപ്പോൾ വ്യവസായങ്ങൾ വളരണം. അങ്ങനെ ഒരു വളർച്ച ചൈന നടന്നു. ഇന്ത്യയിൽ ചെറിയ രീതിയിൽ നടന്നു നമുക്കറിയാം. ഓക്കെ, സോ അറൗണ്ട് 9% ഗ്രോത്ത് റേറ്റ് വാസ് അച്ചീവ്ഡ് റിയലൈസ്ഡ് ഡ്യൂറിംഗ് ദി 10th Five-Year Plan. The planning experiment was terminated. The planning experiment was terminated with the 12th Five-Year Plan 2017. Instead of the Planning Commission, the NITI Aayog was established. ഓക്കെ, ഇനി ഈ സെറ്റ് ബാക്ക് ടു ദി പ്ലാനിങ് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞതാണ്. 5th Five-Year പ്ലാനിൻ്റെ കാലഘട്ടത്തെയാണ്. പ്ലാനിങ് പ്രോസസ് ഈവൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 25 years has failed to produce fast growth in the economy. Similarly, the level of poverty and unemployment remained at high levels without much change. The income of the people failed to register significant increase, and the standard of living has not improved much. Most importantly, India has not witnessed the quick occurrence of industrialization as happened in the case of communist Russia. Many critics of the planning strategy have pointed out that the removal of poverty automatically through fast economic growth is not workable in the country. ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോത്തിൽ കൂടെ ഇന്ത്യയിൽ ഇനി ഗ്രോത്ത് സംഭവിച്ചില്ല. ഗ്രോത്ത് സംഭവിച്ചാലും പോവർട്ടി മാറിയേനെ. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് ആൻഡ് പോവർട്ടി നമ്മൾ കണ്ട ഗരീബി ഘടകവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കുറേ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. 5th Five-Year പ്ലാനിൽ IRDP 5th ശരിക്കും 6th വരുന്നു കേട്ടോ. IRDP TRISM. So the planning strategy has been reframed according to the immediate concern of poverty and unemployment during the 6th Five-Year Plan. പിന്നെ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് വന്നു. അത് നമുക്ക് 8th Five-Year പ്ലാനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഒരു നോട്ടെന്ന് നൽകി. ഓക്കെ, നമ്മൾ ഇക്കണോമിക് റിഫോംസ് വന്നു, പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തിലേക്ക് മാറി? നമ്മൾ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങിലേക്ക് മാറി. ഓക്കെ, ആൻഡ് അണ്ടർ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ഗവൺമെൻറ് സെറ്റ്സ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഫോർ various targets. It also incentivizes the other players like the private sector to achieve the overall target. The difference is that compared to the pre-1991 situation, the planning authority doesn't actively instruct or doesn't make huge investment in all sectors where targets or goals are set. Planning is largely by indication. അതാണ് ഈ 1992 തൊട്ട് 2017 വരെയുള്ള പ്ലാനിങ്ങിൻ്റെ ഒരു ചിത്രം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ക്ലാസ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പ്ലാനിങ്ങിൻ്റെ ഇവാലുവേഷൻ നോക്കും. എങ്ങനെയായിരുന്നു ഈ അച്ചീവ്മെൻറ്റ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫെയിലിയേഴ്സൊക്കെ എന്ത്, മൊത്തത്തിലൊരു സമ്മറി എങ്ങനെയാണ് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബെനിഫിറ്റ് എന്താണ്, ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും.
ഈ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് നിർത്തോട്ടെ.